കൈ നിറച്ച് പട്ടിക്കുട്ടികളല്ലേ? ഓക്കെ. നമ്മുടെ ഏത് ബ്രീഡാ ഇത്? ഇതെല്ലാം കൾച്ചർ ഫോമിൽ വരുന്നതാണ്. കൾച്ചർ പോമ. കൾച്ചർ ഫോം ഉണ്ട്, പിന്നെ ജർമ്മൻ സ്പിക്സ് ഉണ്ട്. ഓക്കെ, രണ്ട് വെറൈറ്റി ആണ്. രണ്ട് വെറൈറ്റി. ഓക്കെ, മൊത്തം എത്ര ഡോഗ്സ് ഉണ്ട് വീട്ടില്? ഇതിൽ ഏകദേശം ഒരു 35 ഡോഗ്സ് ഉണ്ട്. 35 ഡോഗ്സ്. പോമറേനിയൻ മാത്രം. പോമറേനിയൻ മാത്രം. ഓക്കെ, അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കൾച്ചർ പോം ആണ്. കൾച്ചർ ഫോമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരിക്കും എന്താണ് ഈ കൾച്ചർ പോം എന്ന് പറയുമ്പോൾ? കൾച്ചർ ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടോയ് ഫോമിൽ നിന്ന് കൊണ്ട് നമ്മൾ ഈ മിനിച്ചർ സ്പിക്സിനെ മാറ്റി വെച്ചിട്ട് അതിലൊന്ന് വേർതിരിച്ച് വരുന്ന പപ്പീസാണ് വരുന്നത്. കൾച്ചർ പോം. കൾച്ചർ ഫോം പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയ്ക്കുള്ള പപ്പീസാണ് ഇപ്പോൾ വീഡിയോ നമ്മളുള്ളത്. അതെ, എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമ്മള് പുൽപ്പട്ടി എന്ന് പറയല്ലേ? അതെ 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 അതെ. കൊച്ചുപിള്ളേരെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പുൽപ്പട്ടി. അത് നമ്മള് പല പേരില് സ്പിറ്റ്സ് അല്ലേ? സ്പിറ്റ്സ് ഉണ്ട്, നമ്മുടെ പോമറേനിയൻ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ വീട്ടിൽ നിറച്ച് മൊത്തം ഉണ്ട്. അതെല്ലാം തന്നെ അഡൽട്ട് ഡോഗ് അല്ലേ? അതെല്ലാം അഡൽട്ട് ആണ്. നമ്മുടെ പപ്പീസ് ഈ കാണുന്നല്ലേ? അതെ അതെ, ഇതെല്ലാം പപ്പീസ്. ഈ കാണുന്നെല്ലാം പപ്പീസാ. ഇതൊക്കെ എത്ര ദിവസമായി പപ്പീസാ ബ്രോ? ഇതുപോലെ 45-50 പല ദിവസമായി പപ്പീസ്. പല ലിറ്റേഴ്സിലുള്ള. ഓക്കെ, നമുക്ക് ഈ ഒരു പോമറേനിയൻ അല്ലെ കൾച്ചർ പോമിനെ ഇവരെയൊക്കെ വളർത്താൻ കൂടുതൽ എങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുക? കുട്ടികളാണോ? ഇവിടെ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതിൽ ബർത്ത് ഡേ ഫംഗ്ഷൻസ്, കൊച്ചു കുട്ടികൾ, അങ്ങനെയൊക്കെയാണ് ഒരു മാക്സിമം ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ. മാക്സിമം ഗിഫ്റ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാര്യം കൊച്ചുകുട്ടിയൊക്കെ ബർത്ത്ഡേ സമയത്ത് അവര് വലുതായാലും ഇത് ചെറുത് കുഞ്ഞായിരിക്കും. അതെ അതെ. മാക്സിമം ഇതിന്റെയൊക്കെ വലിപ്പം എത്ര? നിങ്ങളുടെ മാക്സിമം വലിപ്പം ഒക്കെ എന്ന് പറയുമ്പോൾ ഓരോന്നിന്റെയും ജനറേഷൻ പാരന്റ്സ് അനുസരിച്ചിരിക്കും. ശരി, ഇതിന്റെ ഹൈറ്റ് വരുന്നത്. ഓക്കെ. പിന്നെ അതിനുശേഷം ഇവർക്ക് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു 11 വർഷം ടു 16 വർഷം വരെ ലൈഫ് ലോങ് ഉണ്ട്. ഓക്കെ, ലൈഫ് ലോങ് ഉണ്ട്. നമുക്ക് കുറച്ച് സ്ഥലം മതി, സ്പേസ് കുറച്ച് മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേയിൽ നേരത്തെ വലിയ ബ്രീഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഒരു മാൻ പവർ വളരെ കുറച്ച് മതി. പിള്ളേർക്ക് ആർക്ക് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? അഗ്രഷൻ മൈൻഡേ ഒന്നുമില്ല. അഗ്രഷൻ മൈൻഡ് ഒന്നുമില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്കൊരു വൈകിട്ടൊക്കെ ഇവരെ തുറന്ന് വിട്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. ഇരിക്കുമ്പോൾ ഫ്രീ ആവും. ഹൈപ്പർ ആക്റ്റീവ് അല്ല, എന്നാലും ആക്റ്റീവ് ആണ്. ഹൈപ്പർ ആക്റ്റീവ് അല്ല. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരും. പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് എല്ലാം ഒക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് അങ്ങനെ വലിയൊരു മെയിൻ്റെനൻസ് അങ്ങനെ ഇല്ല. കളർ നമുക്ക് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോൾഡൻ കളർ മിക്സ്ഡ് കളറാണ് മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് കൂടുതലായിട്ട് നമുക്ക് എൻക്വയറി വരുന്നില്ല. ഇപ്പം മാക്സിമം മിക്സ്ഡ് കളറാണ്. പാർട്ടി കളർ, ഇതെല്ലാം പാർട്ടി കളറാണ്. ഇതേപോലെ പാർട്ടി കളർ പോകുമ്പോഴാണ് മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി ശരി. പിന്നെ അതിനുശേഷം ഇവരെ സംബന്ധിച്ചോട് നമുക്ക് ഫുഡൊക്കെ ആയിരുന്നാലും കുറച്ച് ഫുഡ് വളരെ കുറച്ച് ഫുഡ് കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എക്സ്പെൻസ് വളരെ കുറവാണ്. മെഡിസിൻ നോക്കിയിരുന്നാലും വളരെ കുറവാണ്. അസുഖങ്ങൾ വലുതായിട്ട് വലിയ അസുഖങ്ങൾ വരാനുള്ള സ്കിൻ പ്രശ്നങ്ങൾ ചെറുതായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനുള്ള സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ സ്കിൻ വലിയ വിഷയസം ഉണ്ടാവില്ല. പിന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഞാൻ ഒറ്റ നേരത്തെ ഫുഡാണ് കൊടുക്കുന്നത്. ഒറ്റ നേരം. വലിയ ഡോഗ്സിന് ഇവരെല്ലാം വലുതാണ്. ഇവർക്ക് ഇതെല്ലാം വലുതാണ്. ഒറ്റ നേരത്തെ ഫുഡാണ് കൊടുക്കുന്നത്. ഇവർക്ക് ചിക്കനും ചോറുമാണ് കൊടുക്കുന്നത്. പിന്നെ ആഴ്ച 2 ദിവസം മീനും ചോറുമായിട്ട് മിക്സ് ചെയ്ത് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രഗ്നന്റ് ആയ ഡോഗ്സിനൊക്കെ രാവിലെ ഹെൽത്ത് മിക്സ് ആണ് കൊടുക്കുന്നത്. ഒരിക്കലും ഞാൻ ഡ്രൈ ഫുഡ് ഇതുവരെ മേടിച്ചു ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല. നമ്മുടെ വീട്ടിലെ ഫുഡ് ഫുഡ് ഇപ്പൊ എന്റെ ഒരു പപ്പി മേടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടിലുള്ള ഫുഡ് തന്നെ കൊടുത്തു വളർത്താം. അതേസമയം ഞാൻ ഇപ്പോൾ ഡ്രൈ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന വേറെ ബ്രാൻഡ് ആയിരിക്കാം. ചിലപ്പോൾ പപ്പി അവിടെ പോകുമ്പോൾ കഴിക്കത്തില്ല. ഇതാകുമ്പോൾ നമ്മൾ ആ ഒരു ഗ്രാജുവലി അത് ഇപ്പോഴേ തന്നെ അങ്ങ് ശീലിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് കുറവാണ്. മറ്റേ ഡ്രൈ ഫുഡിനൊക്കെ നല്ല എക്സ്പെൻസ് ആണ് വരുന്നത്. പല ബ്രാൻഡിനും പല റേറ്റ് വരുന്നത്. ഇതിന് കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻസ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ചിക്കൻ്റെയും ഈ ഒരു റൈസും കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഫാറ്റ്, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ് ഇത്രയും മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ ഇവർക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് വൈറ്റമിൻസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഇപ്പം ഗ്രൂമിംഗ് ഒക്കെ ചെയ്ത് ഇവരെ കെയറൊക്കെ വെട്ടി കളഞ്ഞു. ജർമ്മൻ സ്പിക്സിൽ വരുന്ന നെയിലാണ്. നമുക്ക് ജർമ്മൻ സ്പിക്സ് കേരളത്തിന് അപൂർവം കുറച്ച് ഇടത്തേക്കേ ഉള്ളൂ വീട് പ്യൂറായിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പിക്സിനെ കാണിച്ച് ഷൈനിങ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. നല്ല ഷൈനിങ് ആയിട്ടുള്ള ഹെയർ ആണ്. പിന്നെ അതുപോലത്തെ ഫേസ് ഇത്ര ലെന്ത് ആവത്തില്ല. ബോൺ സൈസ് ഇത് വേറൊരു പ്രത്യേകമാണ്. ബോൺ സൈസ് ഉണ്ടോ? ഇത്രയും ബോൺ സൈസ് ആയിട്ട് നല്ല ബോൺ സൈസ് ആയിരിക്കും. ഇത് എൻ്റെ ഒരു ജർമ്മൻ സ്പിക്സിൻ്റെ ഒരു മെയിൽ ഉണ്ടായിരുന്നു. അവനെ കൊണ്ട് ഞാൻ ലൈൻ ബ്രീഡ് ചെയ്തിട്ട് ഇറക്കിയ ഒരു മെയിലാണ്. അത്യാവശ്യം നല്ല റിസൾട്ടാണ്. ഇത് ഒറിജിനൽ ജർമ്മൻ സ്പിക്സ് വരുന്നതാണ്. നമ്മുടെ കൂടുതൽ ജർമ്മൻ സ്പിക്സും കൾച്ചർ പോമാണ് കൂടുതലായിട്ടുള്ളത്. ഇത് പാർട്ടി കളറാണ്. പാർട്ടി കളർ നമുക്കിപ്പോൾ റെയർ ആയിട്ടാണ് പാർട്ടി കളർ പപ്പീസ്. പല കളർ 2 കളർ മിക്സ്ഡ് കളർ. ഇതിനൊക്കെ ഭയങ്കര എൻക്വയറിയാണ്. ബ്ലാക്ക് ആൻഡ് ടാൻ കളർ. ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് ടാൻ കളർ പപ്പിയാണ്. ഇതെല്ലാം 40 ദിവസത്തിന് മേലിലായ പപ്പീസൊക്കെ. ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് ടാൻ പപ്പീസ്. ഇതും കൾച്ചർ ഫോമിൽ വരുന്ന ഒരു മെയിലാണ്. ഇവനെന്ന് പറയുമ്പോൾ കുറച്ച് ഹൈറ്റ് ഇച്ചിരി ഉണ്ട്. കാര്യം നമുക്ക് ഈ ചെറിയ മിനിച്ചർ ടൈപ്പ് സ്പിക്സിനൊക്കെ വരുമ്പോൾ ഇവനെ കൊണ്ട് മാറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ തീരെ ചെറിയവർക്കൊന്നും മാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവനിപ്പോൾ ഒരു 3-3.5 വയസ്സൊക്കെ ആവും. ഇവർ വന്നിട്ട് എൻ്റെ ഇത്തിരി ഫേമസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ് രണ്ടുപേരും. ഇവൻ്റെ കുട്ടിയാണ് ഈ വരുന്നത്. ഇതിന് പൂപ്പി എന്നാണ് പേര്. കൾച്ചർ ഫോമാണ്. പ്യൂർ കൾച്ചർ ഫോമാണ്. അപ്പൊ ഇതിന് വേറൊരു കൾച്ചർ ഫോമിന് വിട്ടിട്ട് ഇറങ്ങിയ ഒരു പപ്പിയാണ്. ഇവൻ വന്നിട്ട് ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. മാറ്റിംഗ് ഒന്നും സ്റ്റാർട്ടായില്ല. ഇവനിപ്പോൾ ഒരു 4 വയസ്സൊക്കെ ആയി. ഈ 8 വർഷം കൊണ്ടാണ് ഇതിനെ സെറ്റ് ആക്കിയത്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ ഇവിടെ ഇറങ്ങിയതാണ്. കുഞ്ഞിലെ കാണുമ്പോൾ ഒരു കുട്ടി വളർത്തി കഴിഞ്ഞാൽ വലുതാവുമ്പോഴും കുഞ്ഞ് വലുതായാലും ഇയാൾ വലുതാവും. ഇവരെ യൂറിന് മോഷൻ ഇവരെ ദേഹത്ത് തട്ടാതിരുന്നത് ഏറ്റവും നല്ലതാണ്. അത്രയും വൃത്തിയിലിരിക്കും. അപ്പൊ അതിന് മാക്സിമം നമുക്ക് നെഷിന്റെ കൂടിലിട്ടാണ് നമ്മളിപ്പം ചെയ്യുന്നത്. ഇരുമ്പിന്റെ നെഷ് അടിച്ച കൂടിലാണ് ഇത് ചവിട്ടി നിൽക്കുന്ന. പ്ലാറ്റ്ഫോം നെഷിലാണ്, അരയിഞ്ചിന്റെ നെഷിലാണ് ചവിട്ടി നിൽക്കുക. അപ്പോൾ ആ യൂറിനും മോഷനും എല്ലാം കുറച്ചേ കാണത്തുള്ളൂ. അതിന് പുറത്ത് ഇവരുടെ ദേഹത്തൊന്നും അതിൻ്റെ ഒരു അംശവും കാണത്തില്ല. അപ്പോൾ നമുക്ക് ഒരാഴ്ചയ്ക്ക് ഒരിക്കൽ മാത്രമേ ഇവരെ വാഷ് ചെയ്താൽ മതിയാവും. പിന്നെ നമുക്ക് ചെറിയ കൂട് മതി. നമുക്ക് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഓരോന്നിനും 3-2.5 ആ ഒരു റേഞ്ചുള്ള കൂടിലാണ് ഇട്ടിട്ട്. അതിനകത്ത് 2 പേര് കിടക്കും. വേറെ ഒരു വിഷയമില്ല. ഇത് ഇവിടുത്തെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ആളാണ്. ഏറ്റവും ഷോർട്ട് എന്ന് പറഞ്ഞ് നല്ല പപ്പീസാണ് ഇറക്കുന്നത്. അത്യാവശ്യം നല്ല കളറാണ്, നല്ല ഗോൾഡൻ കളറാണ്. ഇവനിപ്പോൾ ഒരു 6 വയസ്സായി. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു 1.5 വയസ്സ് 2 വയസ്സേ തോന്നിക്കത്തുള്ളൂ. 6 വയസ്സായ ആളാണ്. അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി മൈൻഡുള്ള ആണ്. ഒരു അഗ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഒരു 6 വർഷം ഇപ്പം എൻ്റെ കൂടെ ഉള്ളതാണ്. ഞാൻ പപ്പി എടുത്ത് എൻ്റെ കൂടെ ഉള്ള ആളാണ്. ഒരു പപ്പിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹെഡ്, ടെയില്, പിന്നെ ഹെയർ, പിന്നെ നോസ് പിങ്ക് നോസ് ഉള്ളതെന്ന് ആയിരിക്കും വലിയ ചില ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ അതിൻ്റെ ചെവി, പിന്നെ അടുത്ത് അതിന്റെ ഫ്രണ്ടിലുള്ള കാല, ബോൺ സൈസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പപ്പിയെ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ കൂടുതലും ഇപ്പൊ ആവശ്യക്കാരുണ്ട് ഇങ്ങോട്ട് വരാറാണോ, ഇങ്ങോട്ട് വന്ന് നോക്കാനാണോ പറയുന്നത്, നിങ്ങൾ എത്തിക്കാനുള്ള സംവിധാനം? അല്ല, ഇത് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് വരുന്ന എൻക്വയറിക്ക് അവർക്ക് വീഡിയോ കോൾ വഴിയും 2 ഫോട്ടോസ് വിട്ടു കൊടുക്കും. ശരി. അപ്പോൾ അതിനുശേഷം അവർക്ക് അവിടെ എത്തിയതിന് ശേഷം പപ്പി അവിടെ ഫുള്ള് 2 ദിവസം വരെ ഫുള്ള് ഉത്തരവാദിത്തം എൻ്റെതാണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അവിടെ എത്തുന്ന സമയത്ത് അവർക്ക് പപ്പി ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ കാര്യം, ഞാൻ ഇവിടുന്ന് പല ആംഗിൾ വെച്ചൊക്കെയാണ് ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് അവിടെ എത്തുന്ന സമയത്ത് ഈ പപ്പി അത്രയും ക്വാളിറ്റി ഇല്ല, ആ ഒരു ഫോട്ടോസിലുള്ള ക്വാളിറ്റി ഇല്ല എങ്കിൽ അതിന് റിട്ടേൺ തിരിച്ചു കയറ്റിയുള്ള ഓപ്ഷൻ ഉണ്ട്. അലയൻസ് ബ്രീഡ് ഓഫ് കെനിയൻ വെൽഫെയർ കേരള എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, പിന്നെ ഒരു 15 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ഞാനൊരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ബ്രീഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ബ്രീഡേഴ്സിന്റെ നിന്ന് ഇടനിലക്കാരില്ലാണ്ട് ഡയറക്റ്റ് പപ്പീസ് ബ്രീഡേഴ്സിന്റെ നിന്ന് എടുക്കുക. അതുപോലെ തന്നെ ബ്രീഡേഴ്സിനുള്ള ആവശ്യങ്ങൾ, അവർക്ക് എന്താണ് ബ്ലഡ് ഡൊണേഷൻ, ഈ പെറ്റ്സ് ഒക്കെ ഇവരൊക്കെ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ അവരെ സഹായിക്കുക. പിന്നെ അങ്ങനെ ബ്രീഡേഴ്സിന്റെ കാര്യങ്ങൾ സഹായിക്കുക. അതുപോലെ കസ്റ്റമേഴ്സിന് നമ്മളെ നിന്ന് എടുക്കുന്ന ബ്രീഡേഴ്സ്, ഇപ്പം നമ്മളെ ബ്രീഡേഴ്സ് മാത്രമാണ് ആ ഒരു ഇതിലുണ്ട്, ആ അസോസിയേഷനിൽ ഉള്ളത്. അപ്പോൾ അവരിൽ നിന്ന് എടുക്കുന്ന സമയം അവരുടെ ഈ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൽ ലീഗലായിട്ടോ അല്ലെങ്കിലോ നമുക്ക് തീർത്തു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഈ ഒരു അസോസിയേഷൻ. അതിന്റെ മെമ്പർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗലായിട്ട് ഫുൾ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു, അതിന്റെ മെമ്പർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പപ്പീസ് ഒരു കാരണവശാൽ എനിക്ക് പുറത്ത് തെരുവിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിപ്പം നമുക്കറിയാം, ഇപ്പൊ ഈ പപ്പീസ് സ്റ്റൈലിൽ എടുത്തോണ്ട് പോയി ചിലപ്പോൾ വലുതാകുമ്പോൾ ഇതേപോലെ ഇരിക്കുന്നില്ല. ഇതിന് പല ഫീച്ചേഴ്സ് എല്ലാം മാറും. ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് കുറവുണ്ടോ, വേണ്ടാണ്ടായോ, ചിലവരുടെ എന്താണ് ജോലിയുടെ ഭാരം കൊണ്ട് അവർ എന്ത് ചെയ്യും, ഇതിനെ വേറെ കൊടുക്കും. അവരെന്ത് ചെയ്യും, അവർക്ക് നോക്കാൻ പറ്റാണ്ട് വേറെ പുറത്തു കൊണ്ടുകളയും. അപ്പൊ അങ്ങനെ വരാണ്ട് എൻ്റെ എടുക്കുന്ന പപ്പീസിന് എന്താ എൻ്റെ തന്നെ തിരിച്ചേൽപ്പിക്കുക. അത് നിങ്ങൾക്ക് എപ്പോഴാണോ വേണ്ടതെന്ന് തോന്നുന്നത്, ഒരു കാരണവശാലും റോട്ടിലോ ഇവിടവും കൊണ്ട് എനിക്ക് ആഗ്രഹമില്ല. കാര്യം ഞാൻ അങ്ങനെയാണ് ഇത്രയും സെറ്റാക്കി ഇത്രയും ചെയ്ത് വന്നത്. സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ ഇവിടെ പ്രസവിച്ച് കുട്ടികളായിട്ട് കിടക്കും. ഇവൻ വന്നിട്ട് കൾച്ചർ ഫോമിൽ വരുന്ന ഒരു മെയിലാണ് എന്ന് പറയുമ്പോൾ, ഫീമെയിൽ സൈഡ് വരുമ്പോൾ സ്പിക്സും മെയിൽ സൈഡ് വരുമ്പോൾ കൾച്ചർ ഫോമിൽ ഇറങ്ങിയ എൻ്റെ തന്നെ ഞാൻ ബ്രീഡ് ഇറക്കിയ ഒരു പപ്പിയാണ്. ഇവൻ അത്യാവശ്യം സ്പിക്സിനെയൊക്കെ ഇപ്പം മാറ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ്റെ പപ്പീസാണ് ഈ ഡബിൾ കളർ. ഇവൻ ഇറങ്ങുന്ന പപ്പീസ് എല്ലാം ഡബിൾ കളർ പപ്പിയാണ് ഇറങ്ങുന്നത്. മാക്സിമം നല്ല നമ്പർ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ലിറ്ററിൽ 6 പപ്പിയൊക്കെ ഇറങ്ങി. അത്യാവശ്യം നല്ല ക്വാളിറ്റി പപ്പിയാണ് ഇറങ്ങുന്നത്. എൻ്റെ ഹെയർ കണ്ടോ, കൾച്ചറിനെ കൊണ്ട് മാറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹെയർ ക്വാളിറ്റി വരുന്നത്. അതേസമയം നമുക്ക് സ്പിക്സിനെ കൊണ്ട് മാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഹെയർ ക്വാളിറ്റി വരത്തില്ല, ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും കാണത്തില്ല. ഹൈറ്റൊക്കെ ഇച്ചിരി വയ്ക്കും. കണ്ടോ, എൻ്റെ ലെഗൊക്കെ എന്ന് പറയുമ്പോൾ ചെറിയ നീളമാണ്. ഇവനും എൻ്റെ കൾച്ചർ ഫോമിൽ വരുന്ന മെയിലാണ്. ഇവനും അത്യാവശ്യം നല്ല മാറ്റിങ് ചെയ്യുന്നുണ്ട്. നല്ല ഇവിടെ സ്റ്റഡ് സർവീസ് ഉണ്ട്. കളർ കോമ്പിനേഷൻ
ഇവൻ വരുന്നത് ഇതാണ് ഗോൾഡൻ കളറാണ് വരുന്നത്. ഗോൾഡൻ വിത്ത് ബ്ലാക്ക് അല്ലേ? ഗോൾഡൻ വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. ശരി. എത്ര വയസ്സുണ്ട്? ഇവനിപ്പോൾ ഒരു 2.5 വയസ്സൊക്കെ ആയതുള്ളൂ. ഓക്കെ. എൻ്റെ സ്ഥലം എന്ന് കാഞ്ഞിരംകുളമാണ്. ട്രിവാൻഡ്രത്തെ കാഞ്ഞിരംകുളത്ത് ചാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിവിടെ. കെനലായിട്ട് അങ്ങനെ വലുതായിട്ടില്ല. ഇതെൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ വളർത്തുന്നതാണ്, അല്ലാണ്ട് ഒരു ബിസിനസ്സായിട്ടുള്ളതൊന്നും ഇല്ല. എൻ്റെ ഒരു പാഷൻ. എനിക്ക് ഡോഗിനോടുള്ള പണ്ടൊരു അഡിഷൻ ആയിരുന്നു. ഒരു 15-16 വർഷം കൊണ്ട് ഡോഗിൻ്റെ ഉണ്ട്. വലിയ ബ്രീഡേഴ്സ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ചെറിയ ബ്രീഡിലോട്ട് തിരിഞ്ഞതാണ്. പിന്നെ എനിക്ക് പിന്നെ എൻ്റെ വീട്ടിൽ വേറെ ആർക്കും സപ്പോർട്ടൊന്നും അല്ല. എൻ്റെ ഒരു റിസ്ക്കിലാണ് ഞാൻ വളർത്തുന്നത്. വീട്ടിൽ വേറെ ആരും സപ്പോർട്ടില്ല. പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ ഇവരെ തുറന്നു വിട്ട് നിൽക്കുമ്പോൾ ഒരു മെൻ്റലി റിലീഫ്, എനിക്കൊരു സന്തോഷം. അപ്പോൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നും മാറ്റി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ സന്തോഷം ഞാനല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിന് വേറെ ആർക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഫുൾ സപ്പോർട്ടല്ലേ? ഫ്രണ്ട്സൊക്കെ ഫുള്ള് സപ്പോർട്ടാണ്. ഇവർ രണ്ടുപേരും എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സാണ്. ഇതിൻ്റെ റിലേറ്റീവാണ്. ഇതിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ടാണ്. ഇപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ എനിക്ക് എവിടെയെങ്കിലും സ്കൂളിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തോട്ട് പോകണമെങ്കിലും ഇവരാണ് വന്ന് ഇവർക്ക് ഫുഡൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ഡോഗാണെങ്കിൽ നമുക്ക് വേറെ ആർക്കും ഫുഡ് വയ്ക്കാൻ അവർക്ക് വിസമ്മതമായിരിക്കും. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവരെ തന്നെ തുറന്ന് വിട്ട് ഇവിടെ എല്ലാം വിട്ടിട്ട് ഇവർക്ക് ഫുഡൊക്കെ വെച്ച് ഇവർ തന്നെ അകത്ത് കയറ്റി വേറെ ഒരു ശല്യമില്ല.